സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഷഷ്ടി, കൊടകര ഷഷ്ടി. അപ്പോൾ ഇത് ആക്ച്വലി ഒറിജിനൽ അല്ലല്ലേ. അപ്പോൾ നമ്മൾ കൊടകര ഷഷ്ടി കാണാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ആന കണ്ടു. ഞാനിത് ഒറിജിനൽ വിചാരിച്ചു. ഞാൻ നോക്കണം, ആന നോക്ക്, അവിടെ നോക്ക്. അപ്പോൾ നമ്മൾ കൊടകര ഷഷ്ടി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ്, അതായത് തലേ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, എങ്ങനെയാണ് എന്തൊക്കെയാണ്. ഓക്കെ, സോ നമ്മൾ കൊടകര ഷഷ്ടി കാണാനാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹായ കഫേ ഉണ്ട്, നമുക്ക് അവിടെ പോയി എന്തെങ്കിലും ഒന്ന് കഴിക്കാം. അതാണ് ഹായ കഫേ. നമുക്കൊന്ന് പോയാൽ അകത്ത്. ഇങ്ങനെയാണ് ഗൈസ് ഈ കഫേ, സോ ബ്യൂട്ടിഫുൾ. റാപ്പ് ഗൈസ്, കഴിച്ചോ. ഞങ്ങൾ ഫുഡെല്ലാം അടിച്ചു. ഇനി നമ്മൾ ഷഷ്ടി നടത്തുന്ന സ്ഥലമൊക്കെ എന്തെങ്കിലും കണ്ടിട്ട് വരാം അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലൈറ്റ്സ് ആണ് കണ്ടോ. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം. രണ്ട് ഭാഗത്തോട്ട് കണ്ടോ ജൈന്റ് വീല്. ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. പെട്രോൾ പമ്പിലൊക്കെ കണ്ടില്ല. കൂടെ തന്നെ ട്രാഫിക്കിൽ ഞാൻ കുറച്ച് കുപ്പിയോളം വാങ്ങിച്ചു. ഇനി എനിക്കൊന്നും വേണ്ട, തൃപ്തിയായി എനിക്ക്. ഇനി ഇവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് വള കിട്ടി, അത് മതി എനിക്ക്. അപ്പം നിങ്ങൾക്കറിയാലോ, എനിക്ക് ഭയങ്കര ക്രേസാണ് കുപ്പിവളകളോട്. ഇവിടെ എല്ലാം കച്ചവടക്കാരാണ്. യു ക്യാൻ ഫൈൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. രണ്ട് സൈഡിലും കാണാം. ബാംഗ്ലൂരിലൊക്കെ നമ്മുടെ ജാത്ര എന്നൊക്കെ പറയില്ലേ, അതേപോലൊരു സംഭവമാണ് ഇത്, ഉത്സവം. ഇവിടുത്തെ കൊടകര ഷഷ്ടി ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ്. കാർണിവലാണ്. ഇന്നൊന്നുമില്ല ആക്ച്വലി, നാളെയാണ് ഈ റോഡ് മൊത്തം ജനങ്ങളും കാവടിയും 21 സ്ഥലത്തു നിന്നാണ് അവർ കാവടി ഓരോരോ ഭാഗക്കാർ കൊണ്ടുവരുന്നത്. അപ്പം ആദ്യമായിട്ടാണ് 21. സോ നമുക്ക് പക്ഷെ നാളെ വരാൻ പറ്റില്ല. ഉപ്പിലിട്ട് കഴിക്കാം. ഉപ്പിലിട്ട് കഴിക്കാൻ നമ്മൾ എങ്ങോട്ട് അച്ഛൻ പോയില്ലേ. കാവ് ദേവീക്ഷേത്രം.
ബാക്കിൽ നോക്ക്. രമ്യ ചേച്ചി ഇവിടെ വന്ന ക്ലാസ്സൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ചേച്ചി സ്വന്തമായിട്ട് വീട്ടിൽ തന്നെയാണ് കൂത്തമ്പലമൊക്കെ. നടരാജ് ടെമ്പററി ടാറ്റു 21 സൈഡിൽ നിന്ന് വരുന്നതല്ല, ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ മാത്രമേ സ്പേസ് ഉള്ളൂ. ഇത് ഏതോ ദേവിയുടെ ക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാൽ മുരുകൻ്റെ അവിടെയാണ് വരുന്നത്. പക്ഷേ അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പോലും ആ കാവടിയുടെ സെറ്റൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ട് ചെയ്യുന്നത്. വാ കുഞ്ഞ, അവന് വയ്യ, അവന് വീട്ടിൽ പോകണം. ശരി, നമുക്ക് പോയാലോ. ഇതൊക്കെ തന്നെയാണ് ഗൈസ്. ഇതാണ് എല്ലായിടത്തും. നമ്മൾ കഴിഞ്ഞ മാസം തോന്നുന്നു നമ്മൾ ഒല്ലൂർ പള്ളിയിലെ പെരുന്നാളിന് പോയി. അവിടെയും ഇതൊക്കെ തന്നെ സെയിം ഇതേപോലത്തെ ഇതാണ്. ജൈൻറ്റ് വീലും അതും കാർണിവലും അതൊക്കെ സെയിം തന്നെ. ഒരു തിങ് ഡിഫറൻസ്. അതിൻ്റെ അകത്തൊക്കെ കാവടി എടുത്തുകൊണ്ട് പോകും. ഇവിടെ കുറേ ബാഗ്സ്. ഇതാ, ഇതൊക്കെയാണ് കാവടിയുടെ സംഭവങ്ങൾ. ഇത് അവർ തലയിൽ വെച്ചിട്ടാണ് തുള്ളുക. ഇങ്ങനെ ഓരോ കരക്കാർ കൊണ്ടുവരും. ഇപ്പോൾ ഇത് നടത്തുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കണ്ടിട്ട് പോകും. എല്ലാട്ടോ ഇതായിരിക്കില്ലേ? ഇത് കാവടിയാ? അതെ. ഓ, പണ്ട് ചേട്ടൻ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ, 2 rupees കിട്ടിയതായിരുന്നു. ചേട്ടൻ നൊസ്റ്റാൾജിയ വരുന്നു. നെക്സ്റ്റ് സെറ്റ് ഗ്രീൻ കളർ. നമ്മൾ കുറച്ച് മുന്നേ ഗോൾഡാണ് കണ്ടത് ഗൈസ്. ഇപ്പോൾ ഗ്രീൻ കളർ സെറ്റ് കണ്ടോ ഗൈസ്. സിൽവർ ആൻഡ് വൈറ്റ്. ഇതൊക്കെ അവർ കളിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും. നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. നീ ഒറ്റയൊരുത്തും കാണാൻ നമുക്ക് കാണാൻ പറ്റാത്തത്. നിനക്ക് നാളെ ട്രിപ്പിന് പോകണം. പോയില്ലെങ്കിൽ എന്താ പറ്റുക? അവിടെ എന്താണ് പൂച്ചട്ടിയിൽ എന്താണ് കാണാനുള്ളത്? സോ ഗൈസ്, ഇവന് നാളെ ട്രിപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നാളെ ഷഷ്ടി കാണാൻ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസം ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചത്. ഇതാ അടുത്ത സംഭവം, പല മൾട്ടി കളേഴ്സ്. നോക്ക് ഗൈസ്, ബ്ലൂ പല പല കളറായിട്ട് മാറുന്നതാണ്. നമുക്കിപ്പോൾ വയലറ്റ് കളറായി, ഗോൾഡായി. കണ്ടോ, അത് കളർ ചേഞ്ച് ആയിക്കോട്ടിരിക്കും. നല്ല രസമുണ്ടല്ലേ? അവസരം. ആ പെണ്ണ് വരുന്നത് ആദ്യം കഴിക്ക്. എടി പെണ്ണെ, സുഖല്ലേ നിനക്ക്? ഓഫറുകളുടെ പുതിയ സ്മാർട്ട് ഫോണുകൾ എടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നേരിട്ട് കാലത്ത് 9
ഞാൻ വേറെ പൊട്ടിക്കാൻ നമ്മുടെ ആൾക്കാരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് അവിടെ പോയി തലകുടം അങ്ങനെ ഗായ്സ് നമ്മൾ ഇതിൻ്റെ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോകാൻ പോവാം. ചേട്ടാ ചേട്ടാ കൂട്ടോ